ചന്ദനം ചന്ദന മരം എന്ന് പറഞ്ഞിട്ടുണ്ട്. ചന്ദന മാവുണ്ട്. സ്മെല്ല് ചന്ദനത്തിന്റെ അതുകൊണ്ടാണ്. അത് നമ്മുടെ നാടൻ വെറൈറ്റി ആണോ അതോ? നാടൻ വെറൈറ്റി ആണ്. ഇന്ത്യയിൽ തന്നെ ഒരു 1000 വെറൈറ്റി ഉണ്ട്. അതിനകത്ത് ഏറ്റവും നല്ല സെലക്ട് ചെയ്ത മാവുകൾ മാത്രമാണ് ഞാനിവിടെ കൊണ്ടുവന്നാക്കണം. അല്ല, അപ്പൊ ഈ ഒരു മാവ് നമ്മുടെ കേരളത്തിൽ അങ്ങനെ കാഴ്ചതായിട്ട് കേട്ടിട്ടുണ്ട്? ഇതൊക്കെ നേരത്തെ ഉള്ളതാണ്. നേരത്തെ ഉള്ളതാണ്, പക്ഷേ പഞ്ഞി നിന്ന് പോയി തോന്നണം അല്ലേ? ഇത് എത്ര വർഷമായിട്ട് കാഴ്ച? ഇതിപ്പോ കഴിഞ്ഞ സീസൺ കാഴ്ച, ഇപ്പൊ ഈ സീസൺ കാഴ്ച. നല്ല വലിയ ഫ്രൂട്ട്സ് പ്ലാന്റ് വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇത് കണ്ട നല്ല വലിയ മരങ്ങളായിട്ട് നിൽക്കുന്ന ഫ്രൂട്ട്സ് പ്ലാന്റുകളുള്ള ഒരു നഴ്സറിയിലാണ് നമ്മളുള്ളത്. ഇങ്ങനെ അയ്യപ്പദേവ് മഠത്തിൽ നമ്മുടെ സുഹൃത്തുകൂടിയാണ്. ആള് വർഷങ്ങളായിട്ട് ഈ മാവുകളൊക്കെ വെച്ച് പരിപാലിച്ച് കായ്പിച്ചു. ഇപ്പോൾ കുറേ കായ്പിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് കൊടുക്കാൻ തീരുമാനിച്ചല്ലേ? ശരിക്കും ഞാൻ ഈ മേഖലയിൽ ഉള്ള ആളല്ല. ഞാനൊരു ആയുർവേദ മെഡിസിൻ മാനുഫാക്ചറാണ്. അപ്പോൾ അവിടെ കുറച്ച് സ്ഥലമുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ ഇവിടെ നിന്ന് വെച്ചാണ് എൻ്റെ ഒരു സുഹൃത്ത് വന്ന് പാലക്കാടുള്ളത്. ഒരു 60 ഡ്രം ഞാൻ സെറ്റ് ചെയ്തു. പിന്നത്തെ ഒരു കൊല്ലത്തിനുള്ളിൽ ഒരു 16ഓളം ടൈപ്പ് മാങ്ങകൾ കഴിച്ച് ഒരു വർഷം കൊണ്ട് കായ്ച്ചു. ഇപ്പൊ നമുക്ക് ഇവിടെ എത്ര വെറൈറ്റി മാവുകളുണ്ട്? ഒരു 35ഓളം വെറൈറ്റി ഉണ്ട്. ബനാന മാംഗോ ഇത് കഴിഞ്ഞ സീസണിൽ കായ്ച്ചാണ്. അത് നല്ല കടവണ്ണമാണ് കേട്ടോ. നമ്മളൊരു 10 അടി ഉയരത്തിലുണ്ടല്ലേ? 10 അടിയല്ല, 12-13 അടിയുണ്ട്. എത്ര മാങ്ങ ഉണ്ടായി കഴിഞ്ഞ പ്രാവശ്യം? കഴിഞ്ഞ വർഷം 30 കിട്ടുന്നുണ്ട്. ഇതിപ്പോ നമ്മൾ കൊടുക്കൂലേ? ഇതൊക്കെ നമുക്കൊരു 6000-7000 ഒക്കെ കൊടുക്കാം. ഒരു മോഹവിലയാണ്. ഇവിടെ 300 രൂപയുള്ള അതും കൊടുക്കും. അത് സൂപ്പർ ക്യൂൺ എന്ന് പറഞ്ഞാൽ സൂപ്പർ മാങ്ങയാണ് കേട്ടാ. അടിപൊളി മാങ്ങയാണ്. ഞാൻ കഴിച്ചിട്ടുള്ളതാണ്. നമ്മുടെ സുഹൃത്തിന്റെ വീട്ടിൽ ഉണ്ടായതാണ്. അത് കായ്ക്കാൻ ഇത്തിരി താമസമുണ്ട്. ഏതായാലും ഇത്തവണ ഫ്ലവറിങ് ആയ? ഇല്ല, കഴിഞ്ഞ ഫ്ലവർ ഇട്ട് ആയില്ല. ഇത്തവണ ഫ്ലവർ ഇട്ട് മഴയത്ത് കംപ്ലീറ്റ് പോയി. നല്ല ഹെൽത്തി പ്ലാന്റ്, നല്ല ഹൈറ്റ്. അതേപോലെ തന്നെ നമ്മളെ ബനാന മാംഗോ ഉണ്ട്, അതേപോലത്തെ തന്നെ വലിയ പ്ലാന്റ് മേടിച്ച് വെക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, ഒരു ഷോയ്ക്ക് വീട്ടിൽ വെക്കണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിനെ കണ്ടാൽ മതി. 7000 രൂപയൊക്കെ കൊടുക്കാം. 7000 രൂപ ചിലപ്പോൾ ഇച്ചിരി കൂടുതലായിട്ട് തോന്നും. എന്നാൽ ഈ പ്ലാന്റ് മോഹിക്കുന്ന 3 കൊല്ലം വളർത്തിയതല്ലേ നമ്മള്. അതെ. നീലമാവ് പടർന്ന് ബുഷായിട്ട് നിൽക്കണം അല്ലേ? അതായത് കണ്ട നിറച്ച് മാങ്ങേട്ടാ. കുഞ്ഞു മാങ്ങകൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഫ്ലവറിങ് ആണ്. ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതാണോ ചേട്ടാ? ഉണ്ടായതാണ് അല്ലേ? അമർപ്പാളി 10 അടി ഫ്ലവറിങ് ആയിട്ടുണ്ടല്ലോ. ഇവിടെ കണ്ടോ അമർപ്പാളി എവിടത്തെ മാങ്ങയാണ്? നമ്മുടെ തന്നെ നാടനാണല്ലേ? ഇത് ഡ്രമ്മേപ്പാടി ഇങ്ങനെ കയറ്റി കൊടുക്കും നമ്മൾ അല്ലേ? ഇതൊക്കെ എത്ര രൂപയാണെങ്കിൽ കൊടുക്കാൻ പറ്റും? ഇതൊക്കെ 7 രൂപ. താല്പര്യമുള്ളവർക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാമല്ലോ. വരുമ്പോൾ നമ്മൾ കൊടുക്കും. അതല്ല, ഈ 7000 രൂപയുടെ പ്ലാന്റ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്ലാന്റും ഏറ്റവും ടോപ്പ് പ്ലാന്റിനാണ് ആ റേറ്റ് പറയണത്. 500 മുതൽ പുള്ളിയെടുത്ത് മാവും തൈ ഉണ്ട് കേട്ടോ. ബംഗനപ്പള്ളി ഇത് കാഴ്ചയാണോ? ഇത് കാഴ്ചയാണ്. അതേപോലെ തന്നെ നല്ല ഹെവി പ്ലാന്റ് ആണ്ടാ. ചെറിയ പ്ലാന്റ് അല്ല. ഈ ഡ്രമ്മേപ്പാടി ഇങ്ങനെ കൊണ്ടുപോവാ വീട്ടുമ്പിൽ വയ്ക്കാം. ഇപ്പം നമ്മുടെ ക്ലൈമറ്റിന് ഒരു ചേഞ്ച് വന്നു. മഴ ഉണ്ടായില്ല ഈ സീസൺ. അതുകൊണ്ടാണ് ഫ്ലവർ ഇട്ടതെല്ലാം പോയി. ഇനിയിപ്പോൾ ഈ സീസൺ ആവും. ഇനിയിപ്പോൾ ഡിസംബർ ജനുവരി ഫ്ലവറിങ് ആവും. ഇത് കോട്ടൂർക്കോണം. ഇതൊക്കെ ചെറുതാണ്. ഇതൊക്കെ 3000 രൂപ വിലയുള്ള. ചെറിയ വില കൊടുക്കും. 3000 രൂപ. അതിന് നീലാലി പസന്ത് ഒക്കെ ബുഷായ നല്ല ഉഗ്രം പ്ലാന്റ്. കടവണ്ണം കണ്ട ഒക്കെ ഫ്ലവറിങ് ആവും. നല്ല സൂപ്പർ, നല്ല ട്രീറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്ന സാധനം ഉണ്ടോ? നീലാലി പസന്ത്. കോക്കനട്ട്, അതായത് ഏറ്റവും വലിയ മാങ്ങയാണിത്. കോക്കനട്ട് മാങ്ങ ഞാൻ കഴിച്ചിട്ടുള്ളതാണ്. എൻ്റെ സുഹൃത്തിൻ്റെ അടുത്തുള്ളതാണ്. നിങ്ങൾക്ക് അറിയാൻ പറ്റും. കോക്കനട്ട് മാങ്ങ അടിപൊളി മാങ്ങയാണ് കേട്ടോ. സൂപ്പർ മാങ്ങയാണ്. ഇതും നമുക്ക് കൊടുക്കാവുന്നതാണ് അല്ലേ? എല്ലാം കൊടുക്കാം. എത്ര കൊടുക്കാം? ഇതൊക്കെ ഒരു 5000 രൂപ കൊടുക്കാം. 5000 രൂപ. കോക്കനട്ട് മാംഗോ ഇത്ര നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ്. ഇത് പ്ലാന്റ് അധികം അവൈലബിൾ അല്ല പൊതുവേ നഴ്സറി. കോക്കനട്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കോക്കനട്ട് മാംഗോ നിങ്ങൾക്ക് ചിലപ്പോൾ അന്വേഷിച്ചാൽ കിട്ടിയെന്ന് വരില്ല കേട്ടോ. 300 ഫ്ലവറിങ് ആണ്. ഇവിടെ വാ. ഫ്ലവറിങ് ആണ്. എല്ലാ കൊമ്പിലും ഫ്ലവറിങ് ആണ് കേട്ടോ. പെട്ടെന്ന് മാങ്ങ ഉണ്ടാവുന്ന ഒരു സാധനമാണ് 300. ഒരു ആവറേജ് മാങ്ങ അല്ലേ? ഇത് ഏറ്റവും നല്ല ടേസ്റ്റും ഇത് നാരൊക്കെ കുറഞ്ഞ ഇതാണ് കാലാപ്പാടി മാവ് കേട്ടോ. അടുത്ത പ്രത്യേകത എന്ന് വെച്ചാൽ 3 സീസണിൽ കായ്ക്കും. വർഷത്തിൽ 3 സീസണിൽ കായ്ക്കും. ഇത് നമ്മുടെ പ്രിയൂര്, നാടൻ പ്രിയൂര് വേണ്ടവർക്കും ഉണ്ട് കേട്ടോ. ഇതൊക്കെ 3000 രൂപ. 3000 രൂപ നമുക്ക് കൊടുക്കാം. നാടൻ പ്രിയൂര് അല്ലേ? ഇത് കോട്ടൂർക്കോണം. ഇതൊക്കെ 3000 രൂപ. മിയാസാക്കി എവിടെ ഇരിക്കണേ? മിയാസാക്കി കാണിക്കാം. ഇത് കാലാപ്പാടി ഫ്ലവറിങ് ആയത്. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അല്ലേ? 3000 രൂപ. ചെറുതുണ്ട് കേട്ടോ. അതിൻ്റെ ചെറുത് 500 രൂപ ഉണ്ട്. 500 രൂപ പ്ലാന്റ് ഉണ്ട്. സെറ്റ് ചെയ്ത് ഡ്രമ്മിൽ വെച്ചിരിക്കുന്നതിൻ്റെ പേരിലാണ് പ്രിയൂരിൻ്റെ ചെറുത് കവറിലുള്ളത്. എത്ര കൊടുക്കും? ഇതൊക്കെ ഒരു നമുക്ക് 1000 രൂപ 800 രൂപ ഒക്കെ. അമേരിക്കൻ റെഡ് പൾമർ. അപ്പോൾ അമേരിക്കൻ റെഡ് പൾമർ വേണ്ടവർക്ക് ഇത് മല്ലികയുടെ ചെറുതുണ്ടല്ലേ? വലിയ പ്ലാന്റ് അവിടെ ഉണ്ടല്ലോ. ഇത് കോട്ടൂർക്കോണം തന്നെ. കോട്ടൂർക്കോണൊക്കെ ധാരാളം കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഇത് ഇപ്പോൾ ബനാന മാംഗോടെയൊക്കെ നമ്മളിപ്പോൾ അവിടെ കാണിച്ചതിൻ്റെ ചെറിയ മാവ് ബനാന മാംഗോ പിങ്ക് അല്ലേ? പിങ്ക്. ഇത് നമ്മുടെ നാടൻ വെറൈറ്റി അല്ലേ? കുളമ്പ് കവറിലാണ്. വലിയ മാവാണ്.
നമ്മൾ ടാഗ് വെച്ചൊക്കെ പോയില്ലേ കുറേ. ഇത് ചന്ദ്രക്കാരൻ മാവ് അന്വേഷിച്ച് കിടക്കുന്നവർക്ക് ഇതാ വലുത്. ചന്ദ്രക്കാരൻ ഒരു പഴയ കാരണവന്മാർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ചന്ദ്രക്കാരൻ. കല്ലാപ്പാടി. ഇത് കല്ലാപ്പാടി ബുഷായ പ്ലാന്റ്. ഇതിങ്ങനെ തന്നെ കൊടുക്കാം അല്ലേ? പാടി ഇങ്ങനെ കൊടുക്കാം. ഇതാണ് ക്യൂസാം റോഡ് മാവ്. നമുക്ക് കഴിച്ചിട്ടുള്ള വാങ്ങിയാണ്, അടിപൊളി വാങ്ങിയാണ്, ക്രിസ്പിയാണ്, നല്ല സൂപ്പർ വാങ്ങിയാ. ഇത് പൂട്ടാണോ? ഫ്ലവറിങ് ആയതാണ്, കഴിഞ്ഞ സീസൺ ഉണ്ടായതാ. നല്ല ബുഷി സൂപ്പർ പ്ലാന്റ്. ഇത് കണ്ടാ? ഇത് എത്ര രൂപ കൊടുക്കും? ഇതൊക്കെ നമുക്കൊരു 7 രൂപ കൊടുക്കാം. 7 രൂപ. ഇതിൻ്റെ ചെറിയ പ്ലാന്റ് ഉണ്ട്, 500 മുതൽ മുകളിലേക്ക് ഉണ്ട് കേട്ടോ. ഇവിടെ ഉണ്ട്. നാംഡോക് മൈയുടെ ബുഷി പ്ലാന്റ്. ഇതും കഴിഞ്ഞ സീസണിൽ ഉണ്ടായതാ. ഫ്ലവറിങ് ആയതാണ്, ബുഷി പ്ലാന്റ് ആണ്. നല്ല ഇതേപോലെ സെറ്റായിട്ട് അങ്ങോട്ട് കൊടുക്കും. ഇത് കൊടുക്കണേ എത്ര കൊടുക്കാൻ പറ്റും? ഇതൊക്കെ നമുക്ക് 7 രൂപ കൊടുക്കാം. മല്ലിക ഫ്ലവർ ആയതാണ് ചേട്ടാ. ഇതാണ് മല്ലിക ഹെവി പ്ലാന്റ് കേട്ടോ, നല്ല വലുത് ഫ്ലവർ ആയത്. ഈ മല്ലിക മാവ് എത്ര പ്രാവശ്യം കൊടുക്കാൻ പറ്റും നമുക്ക്? 6 രൂപ കൊടുക്കാം. 6 രൂപ കൊടുക്കാം. ഇത് ജഹാംഗീർ. ചേട്ടാ ഞങ്ങളിവിടെ വന്നപ്പോൾ ഒരു കസ്റ്റമർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഏതൊരു മാവ് അന്വേഷിച്ചാണ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നേക്കണത്. ഏത് മാവാണ്? ഞാൻ ഈ ജഹാംഗീർ മാവ് ആദ്യമായിട്ട് കേൾക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി വന്നതാണ്. ഇത് മുഗൾ വംശം കേട്ടില്ലേ? ആ രാജവംശത്തിൽപ്പെട്ട അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട മാവായിരുന്നല്ലേ. അതാണ് ഇനി ജഹാംഗീർ എന്ന് പേര് വന്നത്. നല്ല ഏറ്റവും നല്ല ടേസ്റ്റാണ്, നല്ല വലിപ്പമാണ്. അതൊക്കെ ഇത് ഫ്ലവറിട്ടാണ്. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ കൊണ്ട് വെച്ചാൽ മതി. ഇതിനിപ്പോൾ എന്ത് വില വരും? ഇതിനൊക്കെ ഒരു 7 രൂപ വരും. 7000 രൂപ അല്ലേ? ഇതാണ് ആപ്പിൾ റുമാനി. ആണിത്. ഇത് നമ്മുടെ നാട്ടിലുള്ളതാണോ അതോ വിദേശിയാണ്? ചന്ദനം എന്നുള്ളത് നമ്മൾ സാധാരണ ചന്ദനമരമാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ചന്ദനത്തിന്റെ പേരുള്ള മാവുണ്ടെന്നുള്ള നമ്മൾ ആദ്യമായിട്ട് ചന്ദനത്തിന്റെ സ്മെല്ലായിരിക്കും അല്ലേ? നല്ല ടേസ്റ്റ്. ഞാനിവിടെ വന്നപ്പോഴാണ് അയ്യപ്പൻ ഇങ്ങനെ ഒരു നഴ്സറി തുടങ്ങിയ വിവരം ഞാൻ അറിയുന്നത്. സാധാരണ നഴ്സറിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കായ്ച്ചു നിൽക്കുന്ന മാവും മറ്റു പല വൃക്ഷങ്ങളാണ് ഇവിടെ ഉള്ളത്. സാധാരണ നമ്മളൊരു നഴ്സറിയിൽ നിന്ന് മേടിച്ച് ഒരു തൈ മേടിച്ച് വെച്ചത് വളർന്ന് വലുതായി കിട്ടുക, അല്ലെങ്കിൽ ഫലം ഉണ്ടാവുക എന്നുള്ളൊരു ഭയം നോക്കാൻ എന്തായാലും ഉണ്ടാവും. ഇതതില്ല. വലിയ ഇത് തന്നെ വീട്ടിൽ കൊണ്ടുവച്ച് തന്നെ അടുത്ത ദിവസം പോലെ തന്നെ നമുക്ക് തന്നെ ഫലങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. അത് വളരെ സന്തോഷമുള്ള ഒരു വ്യത്യസ്തമുള്ള ഇതാണ്. തീർച്ചയായിട്ടും ഞാൻ സാധാരണ കാണുന്നതിനേക്കാൾ വ്യത്യസ്തമാണ്. ഞാൻ കുറേ വാങ്ങി വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. എല്ലാ ഡ്രം അടക്കം ഇതിങ്ങനെ തന്നെ കൊണ്ടുപോയി വെച്ചാൽ മതി. ഒരു ഗിഫ്റ്റായിട്ട് വേണമെങ്കിൽ വല്ല വീട് താമസത്തിനൊക്കെ കൊണ്ടുപോയി നമുക്കൊരു ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ ആയുഷ്കാലം മുഴുവൻ അവരുടെ വീട്ടിൽ നമ്മുടെ ഓർമ്മയുണ്ടാവും. അതെ, നന മാത്രമേ കൊടുത്താൽ പൊടി തട്ടൊന്നും വേണ്ടില്ല.